ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വിളിച്ചിരിക്കുന്ന എന്നോടല്ല, അവിടെ തന്നെ ചിരിക്കുക, തന്നെ കരയുക, തന്നെ സംസാരിക്കുക. സൈക്കോളജിസ്റ്റിനെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല, പക്ഷെ യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവാ. നിന്റെ വീട്ടിൽ പാമ്പ് കയറിയതാ, ഇന്ന് രാവിലെ ആ പാമ്പ് ഇറങ്ങിപ്പോവാൻ പോവാ. സൈക്കോളജിസ്റ്റിനെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല, പക്ഷെ യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവാ. വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ കരമടിച്ച് യേശുവെ എന്നുറക്കെ വിളിക്കാൻ പറ്റുന്ന എല്ലാ നാവുകളും തുറന്ന ആദരങ്ങൾ ചലിപ്പിച്ച് യേശുവെ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് അല്പനിമിഷങ്ങൾ ആ നാമത്തെ വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ ആ നാമത്തെ ഒന്ന് വിളിച്ച്. ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇല്ലയോ? കൊണ്ടുപോയി. ബ്രദറെ, നിങ്ങളുടെ കുടുകൂട കരച്ചിലുണ്ടല്ലോ, ദൈവം ഇന്ന് രാത്രി അത് കേൾക്കുന്നുണ്ട്. നിന്റെ വീട്ടിൽ കയറി വന്ന പാമ്പിനെ ഞങ്ങൾ ഇറക്കി വിടാൻ പോവാ. കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ, കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഈ വീട്ടിലേക്ക് ഇന്ന് രാവിലെ ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാ. ഏതൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന അന്ധകാര ശക്തി പോലെ ഇവിടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ശക്തികൾ രാവിലെ ഉടഞ്ഞു മാറാൻ തുടങ്ങുന്ന രാവിലെയാണ്. കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങിയതാ. പഠിക്കാൻ മിടുക്കിയായ കുട്ടിയായിരുന്നു, പക്ഷേ എത്തിയില്ല എങ്ങും. ഇല്ല, ഇപ്പൊ തന്നെ സംസാരിക്കും, തന്നെ ചിരിക്കും. ഇവിടെ ചിരിക്കുന്ന എന്നോടല്ല, അല്ല, ഈ ചിരിക്കുന്ന എന്നോടല്ല. അവളെന്നെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ, എന്നെ ശ്രദ്ധിക്കുകയല്ല അവള്. ഒരു ഹോസ്റ്റലിൽ വെച്ച് കിട്ടിയ പേടിയാ. ഒരാള് കേറി വന്നതാ, ഇന്ന് രാവിലെ കേറി വന്ന ആളിനെ നമ്മൾ ഇറക്കി വിടാൻ പോവാ. ഒന്ന് കൈയടിച്ച് യേശുവേ. നിങ്ങൾ കണ്ടോ ഈ കൈകൂപ്പി അപ്പം കരയുന്ന കരച്ചിൽ കണ്ടോ? ഈ കുടുംബത്തിന്റെ നിലവിളി നമ്മൾ കണ്ടോ? വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്ന് എല്ലാരും കൂടെ ചേർന്ന് വിളിച്ച് ഇന്ന് രാവിലെ ഈ മനോരോഗത്തിന്റെ കെട്ട് എന്റെ ദൈവം അടിച്ചു വിടാൻ പോകയാ. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, നിന്നെ പോലെ വേറെ ആരുമില്ല. ജനമൊരുമിച്ച് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. ജനമൊരുമിച്ച് വായ് തുറന്ന് നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. യേശു വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. പ്രിയരെ, എത്ര വയസ്സുണ്ട് സോനയ്ക്ക്? 15 വയസ്സ്. ഇന്നിവിടെ സൗഖ്യമാവും. യേശു ഇവിടെ വിടുവിക്കും. ഇന്ന് രാവിലെ എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്നുറക്കി ഒന്ന് വിളിച്ച് ഈ അമ്മയും അപ്പനും ഒക്കെ അത്രയും കരയുക. അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ പിടിക്കാൻ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. യേശു വലിയവൻ, യേശു വലിയവൻ, അത്ഭുത
അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നിങ്ങളുടെ ആ കരങ്ങൾ ഈ മോൾക്ക് നേരം നെട്ടിപ്പിടിച്ചേ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇവിടെ അമ്മ എന്നെ നോക്കിയേ, ഇവള് ഈ വർഷം 10ാം ക്ലാസ്സിൽ എക്സാം എഴുതും. അവള് പഠിക്കും. അവള് ഈ ചിരിക്കുകയും കരയുകയും, അവള് തന്നെ ചിരിക്കുക, തന്നെ കരയുക, തന്നെ സംസാരിക്കുക. നേരെ അവൾ ഒരാളോട് ഈ കാര്യം പറയുന്നേ, നിങ്ങൾക്ക് കാണത്തില്ല. ഇവിടെ അമ്മയ്ക്കും അപ്പനും അത് കാണുകയില്ല, പക്ഷേ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്, അവക്കും അത് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് രാവിലെ ആളിനെ നമ്മൾ പറഞ്ഞു വിടാൻ പോവാ. നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശു പ്രവർത്തിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശു പ്രവർത്തിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശു പ്രവർത്തിക്കും. നമ്മുടെ ചേച്ചി മരിച്ചുപോയി. ചേച്ചിയുടെ പേര് പറയുവള്. ഇപ്പൊ ബീനയാ വിളിച്ചേ. അവള് എടി ബീന എന്ന് വിളിച്ച് സംസാരിക്കുക. അവള് എന്നോട് കർത്താവ് പറഞ്ഞു, മരിച്ചുപോയ ആള് അവിടെ അടുത്ത് വന്ന് നിൽക്കുക. എന്തിനാ വിളിക്കാൻ വന്നെന്നറിയാം? അവളെ കൂടെ കൊണ്ടുപോകാൻ വന്ന. ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചു പിടിച്ച് അവളെ കൊണ്ടുവരാൻ പോവാ. സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും സകല അധികാരവും പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ ഇവിടെ മേൽ വ്യാപരിക്കുന്ന സകല ദുഷ്ട സ്പിരിറ്റുകളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ക്യാൻസൽ ചെയ്യുക. പിതാവേ, ഇന്ന് രാവിലെ ഇവരുടെ മനസ്സിൽ വരുന്ന മരിച്ചുപോയ സ്പിരിറ്റ്, അമ്മേ, എന്നോട് കർത്താവ് പറയുന്നേ, ഇവിടെ നോർമലാവും. പണ്ട് ഒരു മോളുണ്ടായിരുന്നല്ലോ, സോന, ആ മോളെ പോലാവും. അവള് മാറും. തന്നെത്താനുള്ള ചിരി നിൽക്കും, തന്നെത്താനുള്ള സംസാരം നിൽക്കും, തന്നെത്താനുള്ള ഇടപാടൊക്കെ നിൽക്കും. ഈ മരിച്ചുപോയ ബീന വരുന്നൊരു ഇടപാടുണ്ട്. എന്തോ ഈ പ്രശ്നമെന്നറിയാമോ? ഈ ബീനയുടെ മക്കളെ നമ്മൾ കൊണ്ടുവന്നു, അവിടെ കാര്യങ്ങളൊക്കെ നോക്കി. അന്ന് കയറി വന്നതാ ആ ദുഷ്ടശക്തി. ഇന്ന് രാവിലെ നമ്മളെല്ലാം കൂടെ പ്രാർത്ഥിച്ചതിനെ പറഞ്ഞു വിടാൻ പോവാ. നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മൾ പറഞ്ഞാൽ പോയേ പറ്റൂ. അഭിഷേകമുള്ളവര് പറഞ്ഞാൽ പോയേ പറ്റൂ. അഭിഷേകമുള്ളവര് പറഞ്ഞാൽ പോയേ പറ്റൂ. കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഇന്ന് രാവിലെ I rebuke in Jesus name ഇവിടെ മേൽ വ്യാപരിക്കുന്ന ആ പൈശാചിക ശക്തിയോട്. സോന, നീ ആരോടെ കാര്യം പറയുന്നേ? ആരോ ഒരാൾ സംസാരിക്കുക. ഇന്ന് രാവിലെ ആളിനെ ഞങ്ങൾ പറഞ്ഞു വിടാൻ പോവാ. അങ്ങനെ വേണ്ട? വേണോ? വേണ്ട വേണ്ട. ഇന്ന് രാവിലെ ആളിനെ ഞങ്ങൾ പറഞ്ഞു വിടാൻ പോവാ. ഇവളെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഏതോ ഒരാളുണ്ട്. ഞാൻ ആ ആളിന്റെ പേരായി പറഞ്ഞ ബീന എന്ന് പറഞ്ഞ് മരിച്ചുപോയ ആളിന്റെ ആത്മാവിനെ കൊണ്ട് കയറി വന്ന ദുർശക്തികൾ യേശുവിന്റെ കുഞ്ഞെ, നീ മുട്ടുകുത്ത്. കണ്ണടച്ചോ, നീ പ്രാർത്ഥിച്ചോ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുക, ഇന്ന് രാവിലെ അവള് വിടുവിക്കപ്പെടണം. ഇനി ഇവൾക്ക് ഈ പ്രതിസന്ധി ഉണ്ടാകരുത്. ഇവിടെ അമ്മയും അപ്പനും സന്തോഷിക്കണം. ഇവള് നോർമലായിട്ട് 10ാം ക്ലാസ് പഠിച്ച് ജയിക്കണം. ഇവൾ അത്ഭുതമായി മാറണം. +1ഉം +2ഉം പഠിക്കണം. ഇവിടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകണം. ഇവിടെ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് ഇവിടെ ജീവിതത്തിൽ അവൾ വിജയിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇവിടെ മേൽ വ്യാപരിക്കുന്ന ദുർശക്തിയോട് അമർച്ചയായിട്ട് ഞാൻ പറയുന്നു, ഇനി ഇവിടെ മേൽ വരരുത്.